സബ്സ്ക്രൈബ് ചെയ്യാം. ഓ വിചാരിച്ച എന്തേലും വള്ളി കുടുങ്ങിയോന്ന് കാണുന്നില്ല. ഇപ്പൊ എടുക്കാം, കിടന്ന് മാറണ്ട. പോകാൻ പറ്റില്ലല്ലോ. ചേട്ടാ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പോയിക്കോളാം. മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ മൺസൂൺ റൈഡ് എന്ന് പറഞ്ഞാൽ ചുണ്ടയിലൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്, അങ്ങോട്ടേക്കാണ്. ഒരാൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറിയേക്കാണ്. അപ്പം എത്രമാത്രം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആൾക്കാർ കയറുന്നതിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പോവുകയാണ്, അല്ലാണ്ട് വേറെ കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓ അടിപൊളി, ചേട്ടന് പണി കിട്ടി. അയ്യോ ചേട്ടൻ തലയെ കൈവച്ചിട്ട് യാതൊരു കാര്യമില്ല. അമ്മാതിരി ചവിട്ട് കെട്ടിയാൽ പുറകെ വരുന്ന വണ്ടി. ഒന്നാമത്തെ കാര്യം മഴക്കാലം കൂടിയാണ്. നിങ്ങൾ വണ്ടിയൊക്കെ റോട്ടിൽ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എത്ര ബ്രേക്കുള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും കുറച്ച് ചരളും കാര്യങ്ങളുണ്ടെങ്കിൽ ചവിട്ടിയാൽ വണ്ടി കിട്ടൂല, വണ്ടി നിരങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈക്കിൽ വന്ന ആൾ കുറച്ച് സ്പീഡിലാണ് വന്നത്. അയാൾ ഒറ്റ ചവിട്ടും ചവിട്ടി, പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലെയിം ചെയ്യാം ഇൻഷുറൻസിൽ. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ ചുണ്ടയിലുള്ളൊരു വാട്ടർഫാളും, അവിടെ ഒരു വാട്ടർഫാളും ഉണ്ട്, ചെറിയൊരു വാട്ടർഫാളും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാം. ആറുകാരൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെ, കാരണം അത്രയും ഒരു ഇറക്കത്തിൽ സഡനായിട്ട് ബ്രേക്ക് ഇട്ടു, ഉള്ളി ചവിട്ടി കിട്ടിയില്ല. അതിലിപ്പോൾ കാറുകാരനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, പുറകെ വന്നാളെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. വണ്ടി ക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും പണിയിട്ട് അത്രേ ഉള്ളൂ. അവിടെ കിടന്ന് ഞാൻ ചർച്ചയായിരിക്കും, ഞാൻ അങ്ങനെ ചവിട്ടി, ഞാൻ ഇങ്ങനെ ചവിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ടേക്കുള്ള വിഷയം കാണാൻ പോകും.
ഇതെന്നെ ആയിരിക്കുമല്ലേ വഴി. ഇവിടെ കാണുന്നുണ്ടല്ലോ. സീൻ ഇറങ്ങി ചവിട്ടി തന്നെ ഫുള്ള് ചെളിയിലായിരുന്നു. ഇതാ വരുന്നുണ്ട്. ആണെന്ന് തോന്നുന്നു. ഒരുത്തനത് എണീറ്റ് നിന്നൊക്കെ ഓടിക്കുന്നത്. ഈ വഴി ആണെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവരും പോയി നോക്കാം. ഈ വഴി തന്നെയാ. ചെക്കനോട് വെച്ചപ്പോൾ ഇതിലെയാന്നാ പറഞ്ഞത്. ഭാഗ്യം വേണ്ടേ പണി കിട്ടും. ആ പുള്ളിക്കാരൻ പൊക്കും. ഫോണിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. എടാ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പോയിക്കോളാം. അങ്ങനെ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഞാൻ ഫോറസ്റ്റ് വാച്ചറാണ്. വണ്ടി വിടണ്ടെന്ന് പറഞ്ഞു. ഇല്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് കണ്ടു പോയിക്കോളാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ. അതായിക്കോട്ടെ, നിങ്ങൾ എവിടെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ബംഗ്ലാവിലൊക്കെ പോയിട്ട് ആൾക്കാർ പോയിട്ട് അവിടെ തരി പൊടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ പോണേ. അതാണ് സംഭവം. അതാണ് ഈ ഓരോ വരവ് വരുന്നത് 10-30 ആളൊക്കെയാണ് വരുന്നത്. ഈ വന്നിട്ട് അവിടെ പോയിട്ട് ആ ബംഗ്ലാവൊക്കെ ചവിട്ടി പൊളിച്ച് വാതിലൊക്കെ അടിച്ച് പൊളിച്ച് അകത്ത് അതാണെങ്കിലൊക്കെ പൊളിഞ്ഞു വീഴാനായത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നൈറ്റിൽ താമസിക്കുക. നമ്മുടെ കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾ വേറെ സംഭവം അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇതാ 2 പേര് പിന്നെ അവരോട് പറഞ്ഞിട്ട് കേൾക്കാണ്ട് അവർ പോയിട്ടുണ്ട്. ഞാൻ ഫോറസ്റ്റിലേക്ക് അവരെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, നമ്മളങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകും. അവിടെയൊക്കെ ബോർഡ് കണ്ടില്ല? അത് ഞാൻ ഫോറസ്റ്റ് വെച്ചാൽ ബോർഡ് കണ്ടിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഇഷ്യൂ ഉണ്ടാകാം. ആനേൻ്റെ ഒരു വിഷയമുണ്ട്. ഞങ്ങൾ താഴെ ആനപ്പുണ്ടൊക്കെ കിടക്കുന്നുണ്ട്. 12 ആന അവിടെ ഉള്ളത്. അതൊന്നാണെങ്കിൽ പ്രസവിച്ചിട്ടാണെങ്കിൽ അതായാലും ഭയങ്കര അലമ്പ്. നൈറ്റിലൊന്നും ഇവിടെ ഒരു രക്ഷയില്ല. ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. വീടുകളില്ല. ഇവിടെ ദൂരാണോ ഏതാ താഴോട്ടൊന്നും കണ്ടത്? അവിടെ ഒരു 3 വീടുണ്ട്. അതന്നെ ഉള്ളു ആകെ. ഇവിടുന്ന് കുറേ ഉണ്ടോ അങ്ങോട്ട്? ഇവിടുന്ന് ഇനിയിപ്പോ പോകാനാണെങ്കിൽ ഒരു കിലോമീറ്ററിന്റെ ചോടേ ഉള്ളൂ. ഒരു 10-600 മീറ്റർ ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയോ, കഴിഞ്ഞ ആഴ്ച 6 പേരെ ഇവിടുന്ന് പൊക്കി. 6 ആണുങ്ങളും 1 പെണ്ണും പിന്നെ ബൈക്കുകളും വന്നിട്ട് ഇവിടെ വന്നിട്ട് ആകെ അലമ്പായി, ഒച്ചപ്പാട് ബഹളമായി. അവസാനം ഞാൻ അവരോട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, പ്രവേശനമില്ല, ഇങ്ങനെ ബോർഡുകൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൽ ഒരുത്തൻ എന്നോട് ചോദിച്ചു പോയാൽ നീ എന്തെങ്കിലും ചെയ്യുമോ ചോദിച്ചു. പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളി പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഫുള്ള് അലമ്പായി. ഞാൻ ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് ഇവിടെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ വന്നു. നേരെ മുകളിൽ ചെന്ന് ഒരൊറ്റ ഡയലോഗ്. പിന്നെ ഇവിടുത്തെ വാച്ചറാണോ എന്നറിയില്ല, അയാൾ വാച്ചർ എന്നാണ് പറഞ്ഞത്. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇവിടുന്ന് കുറച്ച്, നിങ്ങളിപ്പോൾ ചോദിച്ചില്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്, അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് അവർ പോവുകയും ചെയ്തു. അവസാനം ഞാൻ പറഞ്ഞു വിട്ടോലേ, എന്തായാലും ചേട്ടൻ ബാധിക്കില്ല, ഞങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ. പെർമിഷൻ തരില്ല. ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാ പെർമിഷൻ തരിക? ഇത് ഫോറസ്റ്റ്, അതാ ഈ കാണുന്നത്. ഇനി ഇങ്ങോട്ട്
ബംഗ്ലാവ് മുകളിലൊരു എസ്റ്റേറ്റ് ആണ്, പ്രൈവറ്റ് പോണത് ആ കോട കാണുന്നതില് അത് പ്രൈവറ്റ് ആണ്. അത് ഇന്നിപ്പോ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഗേറ്റ് ഒക്കെ ആരാ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈമിൽ തന്നെ ചെല്ലുമ്പോൾ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ഗേറ്റ് ഉണ്ട്. നമ്പർ അല്ല അത് എനിക്ക് നിങ്ങൾ അസുഖവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും പിന്നെ ഈ ഒരു പുഴ ഉണ്ട്, ആ പുഴയിൽ നിന്നാണ് കുടിവെള്ളം താഴേക്ക് പോണേ. ഒരു 100-400 കുടുംബം കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിലാണ് ഈ വരുന്ന പയ്യൻസും ഈ കണ്ട എല്ലാ കേസും അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം വണ്ടി അവിടെ കൊണ്ടുവച്ചാൽ ചെക്കന്മാർ പഞ്ചറാക്കും. അങ്ങനെ ഒരു രക്ഷയുണ്ട്. കാരണം ഈ കുടിവെള്ളത്തിന് അവർ ടീമായിട്ട് ഞായറാഴ്ച കയറുകയാണ് ഇങ്ങോട്ട്. താഴേന്ന് ഒരു IHDP കോളനി എന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ, അവരാണ് കയറി വരുന്നത്. അവർ വന്നിട്ട് കംപ്ലീറ്റ് വണ്ടികളും പഞ്ചറാക്കിയിട്ട് ഇവിടെ നിന്ന് ചുണ്ട വരെ അല്ലെ വൈത്തിരി വരെ. ഇതിന്റെ പ്രൗഢിയുള്ള കാലം എന്നാലോചിച്ച് ആൾക്കാർ താമസിക്കുന്ന ആ എസ്റ്റേറ്റ് മുതലാളിമാരൊക്കെ വരുന്ന അവസ്ഥ എന്നാലോചിച്ച് തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് അന്നത്തെ ആ ബംഗ്ലാവ് കാഴ്ചയുടെ പോക്ക് വിഷ്വൽ അവസാനമായപ്പോൾ നമുക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവും ഒന്നുമില്ല. അവസാനമായിട്ട് വിഷ്വൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബംഗ്ലാവിൻ്റെ ജസ്റ്റ് ഒരു വിഷ്വൽ മാത്രമേ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറയാനാണെങ്കിൽ നമ്മളന്ന് അവിടെ പോയപ്പോൾ നമ്മൾ താഴെ നിന്ന് ഒരാൾ പിടിച്ചായിരുന്നു. അന്ന് പിടിച്ചിട്ട് മൂപ്പര് പറഞ്ഞായിരുന്നു ഇങ്ങനെ കാണാൻ വരുന്നവർ തന്നെയാണ് അവിടെ ബംഗ്ലാവിൻ്റെ ചില്ല് തല്ലിപ്പൊളിക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ പെർമിഷൻ ചോദിക്കാണ്ട് കയറി താമസിക്കുക, പിന്നെ എന്താ പറയുക പുറത്തുനിന്ന് മദ്യവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ താഴെയുള്ള പുള്ളിക്കാരൻ പറഞ്ഞൊരു ചെറിയൊരു കുടുംബം, അതായത് ഒരു 10-40 കുടുംബത്തോളം അവിടെ നിന്ന് വെള്ളവും കാര്യങ്ങളും ആ ഒരു പുഴയിലാണ് ആശ്രയിക്കുന്നത്. അപ്പം അവിടെ കയറി കള്ളു കുടിച്ച് കുപ്പികൾ ബിയറും കുപ്പി അങ്ങനെയുള്ള സാധനമൊക്കെ കുടിച്ചത്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ടേക്ക് കയറ്റി വിടാത്തത്. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇൻ കേസ് നിങ്ങൾ പെർമിഷനോട് കൂടി കാണാൻ വരുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോവുക. അല്ലാണ്ട് അവിടെയുള്ള ബംഗ്ലാവ് കുളിക്കാനോ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ നിൽക്കരുത്. ഞങ്ങളും അതേപോലെ തന്നെ മേലെ കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, നിങ്ങൾ ഇറങ്ങി പോകണം, അല്ല ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വരും, നിങ്ങൾ വേഗം പോകണം തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറ്റവും അവസാനം ഇറങ്ങി വരുവാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അധികം വിസിലെടുക്കാനോ കാര്യങ്ങളോ ചെയ്യാനോ നിന്നില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളും കയറാൻ പറ്റാത്ത അവസ്ഥയാക്കുന്നത്. എല്ലാ ആൾക്കാരെയും ഞാൻ പറയുന്നില്ല, ഒരു കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവർ വരുന്നു, അവർക്ക് തോന്നിയല്ല. കാരണം പുള്ളിക്കാരൻ തന്നെ അവിടെ നമ്മളോട് പറയുണ്ടായി, അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരുടെ ലോകമാണ്. പിന്നെ അവർക്ക് എന്ത് തോന്നിവാസം വേണമല്ലോ. ആ പ്രദേശത്ത് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല തൊട്ടടുത്തൊന്നും. പിന്നെയുള്ളത് കുറച്ച് താഴേക്കാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിച്ചിട്ട് വരാം. അപ്പം അങ്ങനെയാണ് മൂപ്പര് നമ്മളോട് പറഞ്ഞത്. പിന്നെ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം നിങ്ങൾ പോവുകയാണെങ്കിൽ കാണുക, നിങ്ങൾ ഫോട്ടോ എടുക്കാനാണോ പോകുന്നത് അതിന് പോവുക, നിങ്ങൾ വേഗം തന്നെ തിരിച്ചു വരിക. അല്ലാണ്ട് നിങ്ങൾ അവരുടെ, അതായത് നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കയറിയിട്ട് അവരുടെ മുതലും കാര്യങ്ങളൊന്നും നശിപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അന്നവിടെ പോയി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.